ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്റ്റലിലായിരുന്നപ്പം ഒരു ചമ്മന്തിപ്പൊടി കൊണ്ടുപോകുമായിരുന്നു. ആ ചമ്മന്തിപ്പൊടിക്ക് കുറേ ഫാൻസ് ഉണ്ടായിരുന്നു. അമ്മ ഉണ്ടാക്കുന്ന ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ അതാണെങ്കിൽ ഒരു എരിവും ഒരു കുത്തലും ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എവിടെയെങ്കിലും പോകുമ്പം മെമ്മറിക്കായിട്ടും നൊസ്റ്റാൾജിയക്കായിട്ടും എവിടെ പോയാലും ആ ചമ്മന്തിപ്പൊടി കൊണ്ടുപോകാറുണ്ട്. സോ കുറേ പേരെന്നല്ല, എൻ്റെ കുറേ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതങ്ങനെ സാധാരണ വേറെ ഒരിടത്തൊന്നും കിട്ടാറില്ല ചമ്മന്തിപ്പൊടി. ഒരു വെറൈറ്റി ചമ്മന്തിപ്പൊടിയാണ്. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഈ കാണുന്ന സാധനമാണ്. ഇതിൻ്റെ പേരാണ് ചങ്ങലം പെരണ്ട എന്ന് പറയും. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. ബട്ട് പണ്ട് കാലത്ത് എല്ലൊക്കെ ഒടിയുമ്പോൾ തുണി വെച്ച് ചുറ്റി കെട്ടിയിട്ട് ഇതിൻ്റെ ചാറ് പിഴിഞ്ഞൊഴിക്കാറുണ്ട്. അപ്പോൾ നല്ല ബലത്തിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുള്ള ചങ്ങലം പെരണ്ടയാണിത്. അപ്പോൾ ഇത് കുറേ വേണം. അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കത്രിക എടുത്തിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യാം. സോ ഇത്ര എടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. So, dah. ഇതിൻ്റെ ഹൈറ്റിൽ ഏകദേശം ഇത്ര നിങ്ങൾക്ക് കാണാം. ഇത്ര എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയൊന്നും വേണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അമ്മയുടെ അടുത്ത് ചോദിച്ചു നോക്കാം. ഇനി വേണമെങ്കിൽ വന്ന് പറിക്കാം. ഇത് ഇത്ര എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ബാക്കി പ്രിപ്പറേഷൻ അടുക്കളയിൽ പോയിട്ട് കാണാം. സോ ഇറ്റ്സ് അബൌട്ട് ഇതിൻ്റെ ഇലയൊന്നും വേണ്ട. ദിസ് ഈസ് വേര്, അതും വേണ്ട. അന്നത്തെ റോസ്മേരി ഇല്ലേ, റോസ്മേരിയിൽ ഞാൻ കുറച്ച് എണ്ണ കാച്ചാൻ എടുത്തിട്ടുണ്ട്. സോ എണ്ണ കാച്ചിയിട്ട് ബാക്കിയുള്ള റോസ്മേരിയാണ് ഇതായിരിക്കും. ഇവിടെ നിന്നൊക്കെ മുട്ട അടിച്ച് എണ്ണ കാച്ചാൻ എടുത്തിട്ടുണ്ട്. ഷോ നമ്മളെ റോഷുക്കുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ എനിക്കൊരു ചെടി ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഇന്ന് 2 പൂ പൂത്തിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും. 3 പൂ നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചെടി. എന്താണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഇലയുടെ സ്ട്രക്ചറും എൻ്റെ പൂവിൻ്റെ ഭംഗിയൊക്കെ. ഞാൻ ആകാശമുല്ല എന്ന് പറയുന്ന ഒരു സാധനമാണ്. നിങ്ങളുടെ അവിടെ എന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല. എനിവേ ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ് എനിക്കിഷ്ടമുള്ള ആ ചെടി കണ്ടോ. എനിക്ക് എന്താണെന്നറിയില്ല ഇതിനോടൊരു സ്നേഹം. ഇപ്പോൾ ഐ ലവ് ദിസ്. ആൻഡ് ഈ ഇലയിൽ ഇത് ഒരെണ്ണം ഇതാ ഇവിടെ 2 ഉണ്ട്. പിന്നെ 3 ഇനി താഴെയാണ്. ഷൂട്ട് മണി ഇതാ. പിന്നെ ഇത് നാളത്തേക്കാണ് ഗൈസ്. ഇതും ഈ മുട്ടും ഇവിടെ മുട്ട നിൽക്കട്ടെ. എന്താ ഇതും ഷൂ അബൌട്ട് മൈ പ്ലാന്റ്. കൊടുവേലി പൂത്ത് ഇന്നലെ എങ്ങാണ്ടോ പൂത്തിട്ടങ്ങ് കൊഴിഞ്ഞങ്ങ് വാടി അങ്ങ് നിൽക്കുവാണ്. വളരുന്നുണ്ട്, നല്ല വളർച്ചയുണ്ട്, അങ്ങനെ നിൽക്കുവാണ്. പഴങ്ങിയ ചെടിയിൽ കുറേ ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട്. ഇതാ പൂവ് പൂത്തിട്ടുണ്ട്, കുഞ്ഞു പൂവ്. അത് വളരും എന്തായാലും. അടുക്കളയിൽ വന്നപ്പോൾ നല്ല മണത്തിന്റെ കാര്യം. അമ്മ അതിൽ എന്തൊക്കെ ഉണ്ടമ്മ? ഇതിൽ 9 കൂട്ടം സാധനം. എന്തൊക്കെയാണോ? 9 എണ്ണം. എന്തായാലും കൈതോന്നി ഉണ്ട്, റോസ്മേരി ഉണ്ട്, കീഴാർ നെല്ലി, വേറെ എന്തൊക്കെയുണ്ട്? നെല്ലിക്ക, പിന്നെ കുറേ പൂവാങ്കുരുന്ന്, ഉലുവ. ഓക്കെ. പിന്നെ അശോകപ്പൂ കുറച്ചില്ലേ, കറിവേപ്പില. കളർ കണ്ടോ? ഉള്ളിയും കൂടെ ഉണ്ട്. ചെറിയ ഉള്ളിയാ? ചെറിയ ഉള്ളി കുറച്ച്. ഓക്കെ. ചെറിയ തീയിൽ മസാജ് ചെയ്യാനുള്ള എണ്ണ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തലയിൽ വെക്കാനുള്ള ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഒരു സാറ്റിൻ ഷോൾ ഉണ്ടായിരുന്നു. സോ ഞാൻ അത് വെച്ച് ഹെയർ ബോണറ്റ് ഉണ്ടാക്കി. എങ്ങനെയുണ്ട്? നല്ലതല്ലേ? ഇത് ഞാൻ ഉണ്ടാക്കി, ഞാൻ മേടിച്ചു.
ഹെയർ ബോണറ്റും ഞാൻ ഉണ്ടാക്കി. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തരാം. കളവ് നല്ലല്ലേ? അപ്പോഴത്തേക്ക് നമ്മൾ ഉണ്ടാക്കിയ എണ്ണ റെഡിയായിരുന്നു. അപ്പോൾ അതൊന്ന് കുപ്പിയിലോട്ട് ഒഴിച്ചു വെച്ചു. അപ്പോൾ ഇതാണ് ആ വീഡിയോ. നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഗായ്സ്. മൈ ഓട്ട ഹെയർ പറിക്കട്ടെ. ഐ മീൻ പഴുത്ത പച്ചമുളക്. വി ആർ ഗോയിങ് ടു പച്ചമുളക് പറിക്കൽ. നമുക്ക് കൂട്ടത്തോടെ പറിക്കാം. ഇവിടെ ഒരു സുസ്ഥിര വികസനമാണ് ഗൈസ്. പഴുത്തത് മാത്രം മതിയല്ലോ, വിളഞ്ഞത് വേണോ? എന്താ ഭംഗി. ആഹാ, അടുക്കളയിലോട്ട് ഇങ്ങനെ വെക്കുക. ഔട്ട്ലെറ്റ് ആണ് ഗൈസ്. ക്യാബേജ് ആണ്, പക്ഷെ വളരെ ചെറുതാണ്. എന്ന് റെഡിയാവുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. കോളിഫ്ലവർ, പൂക്കത്ത് കോളിഫ്ലവർ. ഒരു കുമ്പളങ്ങ ഉണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ വേറെയാണ്, ഞാൻ അതിൻ്റെ കൂടെ ആഡ് ആക്കാം. ഇവിടെ മുള്ളുകൾ കുത്തി കയറുന്നു ഗൈസിൻ്റെ വയറിലേക്ക്. അയ്യോ, കുറേ ഉണ്ട്. അപ്പം ഇവിടെയുണ്ട്, അവിടെയുണ്ട് ഒരെണ്ണം, പിന്നെ നേരത്തെ പറിച്ച ഒരെണ്ണമുണ്ട്, പിന്നെ അത് അവിടെ കവർ കിട്ടി ഒരെണ്ണട്ടയ്ക്ക്. സോ ഇറ്റ്സ് അബൌട്ട് കുമ്പളങ്ങീസ്. പിന്നെ അമ്മയുടെ വെള്ള കാന്താരിയുണ്ട്, ഈ പ്ലാന്റ്, ആൻഡ് നോർമൽ കാന്താരി ദിസ് വൺ. ഇതാണ് ഗൈസ് മുള്ളുകുത്തി നിലവിളിയോടുകൂടി ഞാൻ പറിച്ചൊക്കെ കുമ്പളങ്ങ. അപ്പോൾ ഇതാണ് ആദ്യത്തെ കുമ്പളങ്ങ. നേരത്തെ എടുത്ത വീഡിയോ ആയതുകൊണ്ട് ഞാനിതിൽ ചുമ്മാ ആഡാക്കിയതാണ്. സംഭവം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു കയ്യിൽ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ നമ്മളെന്തായാലും അത് വിളവെടുത്തിട്ട് നമ്മളത് മുറിച്ച് കാണിക്കുന്നുണ്ട്. ഇവിടെ ഇതിനെ ശീമച്ചക്ക എന്ന് പറയും. വടക്കോട്ട് കടച്ചക്ക എന്ന് പറയുന്ന സാധനം. സ്വന്തമായിട്ട് ബെഡുണ്ടെങ്കിൽ എൻ്റെ ആബ്സെൻസിൽ എൻ്റെ ചെരുപ്പിൻ്റെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ച് കിടക്കും. ലേഡി ചുട്ടുമണി ഹോസ്പിറ്റലിൽ പോവാണ് ലേക്കളെ. നമുക്ക് വാക്സിൻ എടുക്കാൻ പോവാണ്. കൊച്ചിന് വാക്സിൻ എടുക്കും. വാക്സിനൊക്കെ പോവാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ വാക്സിൻ എടുത്തു. കാരണം എൻ്റെ ലൈക്ക ഒരു ബഹളം ഉണ്ടാക്കാതെ പെട്ടെന്ന് തന്നെ കുത്താൻ പറ്റി. ലൈക്ക അടുത്തുള്ള പട്ടികളെയൊക്കെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലൈക്കയ്ക്ക് പൊതുവെ ഒരു സ്വഭാവമുണ്ട്, ലൈക്കയ്ക്ക് വേറെ ഒരു പട്ടികളെ ഇഷ്ടമല്ല ഗൈസ്. അപ്പോൾ ലൈക്ക വേറെ ഏതെങ്കിലും പട്ടികളെ കണ്ട ഇങ്ങനെ മുരണ്ട് പേടിപ്പിച്ച് ഇതാക്കിക്കൊണ്ടിരിക്കും. അതാണ് ലൈക്കയുടെ സ്വഭാവം. അതാണ് കുറച്ച് വീഡിയോ. അപ്പോൾ മൃഗാശുപത്രിയൊക്കെ പോയിട്ട് വന്നുകൊണ്ട് അവിടുത്തെ കുറേ ഒന്നും വരണ്ടെന്ന് വിചാരിച്ച് അവിടെ കുറേ ബാക്ടീരിയ എന്തെങ്കിലും അങ്ങനെയൊക്കെ കാണുമല്ലോ. അപ്പോൾ എന്തായാലും വന്നിട്ട് ഞാൻ എന്തായാലും അവളെ ഒന്ന് കുളിപ്പിച്ചു. ബൈ. കുറച്ച് അത് മുൾട്ടാണി മിട്ടിയും മഞ്ചിഷ്ട പുതിയത് വാങ്ങിച്ചതൊന്ന് ട്രൈ ചെയ്ത്. ഞാൻ അതുവരെ മഞ്ചിഷ്ട ചേർത്തിട്ടില്ല. സോ ഞാനൊന്ന് കുളിപ്പിക്കട്ടെ. നമുക്ക് കാണാവയുണ്ട് കൂന്തൽ. തേങ്ങാപ്പാലിട്ട് കറിയണം. സോയമ്മ ഇന്ന് പറിച്ച പച്ചമുളക്. വീട്ടിലെ കുമ്പളങ്ങ പുളിക്കറി ആൻഡ് അപ്പുറത്തെ വീട്ടിലെ കോവയ്ക്ക മെഴുക്കുവരട്ടി. It's all about sustainable development. So this is my lunch. എല്ലാം വലിയ സാധനങ്ങളായാലും കൊള്ളാം. എനിക്ക് ഈ കണവ തേങ്ങാപ്പാലിട്ട് വെച്ചത് അല്ല നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കും.
ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ബട്ട് തളിരില ഉപയോഗിക്കാമെന്ന കാര്യം ഞാൻ വളരെ വൈകിയാണ് അറിഞ്ഞത്. എനിവേ എല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ദിസ് ഈസ് ദ തിങ്. ഇത് എല്ലിക്കായ ചങ്ങലം വരണ്ട അരിഞ്ഞു വെച്ചതാണ്. അതിനിങ്ങനെ മുരിപ്പിച്ചെടുക്കുക. എവിടെ അമ്മ മുരിപ്പിച്ചത്? എൻ്റെ കൂടെ ചേർത്തല്ലേ. ഇത് ചങ്ങലം വരണ്ടേ കേട്ടോ. തേങ്ങ ചെറുതായിട്ട് ഇനി വറുക്കണോ? തേങ്ങ വറുക്കണോ? അപ്പോൾ തേങ്ങയും വറുക്കണം ഇതിനു വേണ്ടി. സോ ചങ്ങലം വരണ്ടയും തേങ്ങയും. ഓക്കെ, കായമാണിത്. കായം ജസ്റ്റ് ഒന്ന് വറുത്തതാണ്. സോ ദിസ് ഈസ് ദാറ്റ് തിങ്. ആൻഡ് തേങ്ങ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിയിട്ട് ഇതൊന്നുകൂടെ വറുക്കണം. ഇവിടെ കായമുണ്ട്, കായം വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ചെറിയുള്ളി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി ഇത്ര അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഇതേപോലെ വറുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില, അതേപോലെ പുളിയും എന്ത് ചെയ്യണം? വറുക്കണം. തേങ്ങെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. സോ വെളിച്ചെണ്ണ. സോ അതാണ് പ്രോപ്പർട്ടീസ്. ബാക്കി ഞാൻ കാണിച്ചത്. ഈ തേങ്ങയുടെയും എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കായം നല്ലത് മുരിഞ്ഞ കായം ഇട്ടിട്ടുണ്ട്. കുറച്ച് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. ഇനി പച്ച മല്ലി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഒരു സ്പൂൺ അത്രയും. ഇത് ഇനി ഒന്നേന്ന് ഇതെല്ലാം കൂടെ ഇട്ട് വറുക്കണം. പ്ലസ് നമ്മളിവിടെ കുറച്ച് ഉഴുന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഉഴുന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ കാണുന്ന സാധനങ്ങൾ, അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ചൊന്ന് വറുക്കണം. നമുക്കിതൊന്ന് തട്ടാം. ചെറിയ തീയിൽ വറുക്കണം. അപ്പോൾ വറുത്ത് ഈ കളറായിട്ടുണ്ട്. പക്ഷെ നമുക്കിത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവും വരെ നമുക്ക് വറുക്കണം. സോ മൈ മദർ ഈസ് വറുക്കൽ. പകുതി കഴിഞ്ഞ് മുക്കാലിലോട്ട് കടക്കുന്ന ആ സമയത്ത് നമുക്ക് ഈ പുളി ഇട്ട് കൊടുക്കണം. ദേർ ഗോസ് പുളി. അങ്ങോട്ട് ഇടണോ? ഓക്കെ. അപ്പോൾ ഈ പുളിയുടെ കൂടെ തന്നെ ഈ കറിവേപ്പിലയും പിന്നെ ചങ്ങലം വരണ്ടയുടെ ആ ഇലയും കൂടെ ഉണ്ട്. അപ്പം അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു കുറച്ച് കഴിഞ്ഞ് കാണാം. അപ്പോൾ ഏകദേശം വറുത്ത് സെറ്റായിട്ടുണ്ട്. ഇതിലോട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി ആഡ് ചെയ്യുകയാണ്. അപ്പോൾ 2 ടീസ്പൂൺ കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു സ്റ്റെപ്പ് ഇച്ചിരി പൊടിച്ചു. സോ ഇങ്ങനെയാണ് ഇരിക്കുക. പൊടിക്കുമ്പോൾ ആണ് ഇരിക്കുക സാധനം. അപ്പം അമ്മ ഇത് ടേസ്റ്റ് നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവ്. സോ അമ്മ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിക്കാൻ. അപ്പോൾ ഓക്കെ. അപ്പോൾ എന്തായാലും പൊടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തന്നിരിക്കും. സോ ദിസ് ഈസ് ദ ഫൈനൽ ചമ്മന്തിപ്പൊടി. സോ ഇതാണ് നമ്മുടെ ചമ്മന്തിപ്പൊടി. സോ എൻ്റെ ഫേവറേറ്റ് ആൻഡ് നൊസ്റ്റാൾജിക് ആൻഡ് ദാറ്റ് ചമ്മന്തിപ്പൊടി. വേറെ എവിടെയും കിട്ടാത്ത വെറൈറ്റി ചമ്മന്തിപ്പൊടി. അപ്പം പറ്റുമെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സമയം ഇപ്പോൾ കുറേ കേട്ടോ. 10:30 കറക്റ്റ്. ഓക്കെ. രാവിലെ തുടങ്ങിയ ചമ്മന്തിപ്പൊടി 10:30 ആയപ്പോഴാണ് തീർന്നത്. സോ എൻ്റെ ടേസ്റ്റ് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഇഞ്ചിയുടെ കുത്തലുണ്ട്, പുളിയുടെ പുളിയുണ്ട്, എല്ലാം കൂടെ ഉണ്ട്. ഒരു നല്ല ടേസ്റ്റാണ്. സോ പറ്റുന്നവർ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ.